പഹൽഗാമിലെ പാകിസ്ഥാൻ ഭീകരാക്രമണത്തിൽ തിരിച്ചടി വേണമെന്ന് പൊതുജനം. തിരിച്ചടി നൽകാൻ കരുത്തുറ്റ നേതാവാണ് രാജ്യം ഭരിക്കുന്നതെന്നും പൊതുജനം പറയുന്നു. പാകിസ്ഥാന്റെ ഭീകരപ്രവർത്തനങ്ങളിൽ കടുത്ത വിമർശനം രേഖപ്പെടുത്തുകയാണ് തലസ്ഥാനവാസികളും. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നിലെ പാകിസ്ഥാൻ ബന്ധം പുറത്തു വന്നതോടെ കടുത്ത അമർഷത്തിലാണ് സാധാരണ ജനം. സാധാരണക്കാരുടെ ജീവനുകൾ ഇല്ലാതാക്കിയ പാകിസ്ഥാൻ ഭീകരവാദികളെ ഇല്ലാതാക്കണമെന്ന പൊതുവികാരവും ഉയരുന്നുണ്ട്. ഇനിയും നോക്കിയിരിക്കാതെ രണ്ടാം ലോക മഹായുദ്ധത്തില് ചെറു രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്യരുതെന്നുള്ള ഒരു എഗ്രിമെന്റ് ലോകായുക്ത വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ചെറു രാജ്യം അവിടെ ഇരുന്നിട്ട് ലോകത്തെ മുഴുവനും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് വിട്ടുവെച്ചാൽ അതിന്റെ അവസ്ഥ എന്താണ്? നിയമം എന്നും മാറ്റിമറിക്കപ്പെടണം. ഒരു കൃമി ലോകത്തെ അറ്റാക്ക് ചെയ്യുമ്പം ആ കൃമിയെ പിടിക്കാൻ എന്തുകൊണ്ട് ഈ ലോകത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ നിയമത്തെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇരുന്ന് ഒരുപോലെ ചർച്ച ചെയ്ത് അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല എങ്കിൽ ഭൂമിയിൽ നിന്നും അതിനെ വാനിഷ് ചെയ്യാം. സമാധാനം അത്യാവശ്യം. അടിക്ക് തിരിച്ചടി നൽകണമെന്നാണ് സാധാരണ ജനത പറയുന്നത്. ഈ ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ചത്, കർട്ടന് പുറകിൽ നിന്ന് പ്രവർത്തിച്ചത് എന്ന് ഇന്ത്യ അടിവരയിട്ട് ലോകത്തോട് പറയുകയാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് നയതന്ത്ര ഓഫീസുകൾ അടയ്ക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നദീതട കരാർ റദ്ദാക്കപ്പെടാൻ പോകുന്നത്. ഇതിലൂടെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ശക്തമായ തിരിച്ചടിക്കുള്ള ശക്തമായ പ്രതികരണം, താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തുള്ള പ്രതികരണം പാകിസ്ഥാൻ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സർജിക്കൽ സ്ട്രൈക്കിന് സമാനമായ തിരിച്ചടി നൽകാൻ കരുത്തുള്ള നേതൃത്വമാണ് ഭാരതം ഭരിക്കുന്നതെന്ന് ചിലർ. ഭീകരർക്ക് കൃത്യമായിട്ടുള്ള മറുപടി, അവരുടെ മുന്നിൽ മുട്ടുമടക്കില്ല എന്നുള്ള നമ്മുടെ ഭരണാധികാരികളുടെ ആ വാക്കിൽ നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുകയാണ്. കാരണം സർജിക്കൽ സ്ട്രൈക്ക് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് നല്ല തിരിച്ചടി പാകിസ്ഥാന് കൊടുത്തിട്ടുള്ള ഒരു ചരിത്രം നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് ഈ ഭരണകൂടത്തിന് നരേന്ദ്രമോദി അമിത്ഷായുടെ കൂട്ടുകെട്ട്, അതിൽ നമ്മൾ വലിയ പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും ഭീകരർക്ക് അതിനുള്ള മറുപടി തിരിച്ചു കൊടുത്തേ മതിയാവും. അത് രാജ്യത്തിന്റെ ആവശ്യമാണ്. നഷ്ടമായ ജീവനുകൾക്ക് സ്വന്തം ജീവൻ നൽകാൻ തയ്യാറാകുന്നവരുമുണ്ട് ഈ കൂട്ടത്തിൽ. ഹിന്ദുക്കൾക്ക് ഒരു ഏറ്റവും ഋണപ്പെട്ട ഒരു കാര്യമാണ് ഇന്നലെ നടത്തിയത്. അപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രിമാരോ നമ്മുടെ BJP ഭരണകൂടം ആവശ്യപ്പെട്ടാൽ നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി രക്തം കൊടുക്കാൻ തയ്യാറാണ്. നമ്മൾ ഈ ഭൂമിയിൽ ഈ ഹിന്ദുക്കൾക്ക് എതിരെ വർഗീയവാദി ഉയർത്തുന്നതിനെ ശക്തമായി തിരിച്ചടിക്കാൻ വാക്കിലല്ല പ്രവർത്തി കൊണ്ട് നമ്മൾ സന്നദ്ധരായിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നതിന് സമാനമായി പാകിസ്ഥാന് തിരിച്ചടി നൽകണമെന്ന പൊതുവികാരമാണ് ജനങ്ങൾക്കുള്ളത്. അതുതന്നെയാണ് തലസ്ഥാനത്ത് ജനങ്ങൾക്കിടയിലും ഉയരുന്നത്. ജനം, തിരുവനന്തപുരം.